നമ്മളെപ്പോലെയുള്ള കുറേയധികം കൃഷിക്കാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വളം എന്നുള്ളത്. കുറേയധികം പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും, ചെടികൾ വളർന്ന് കാഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കിടയ്ക്ക് വളം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സംഭവമാണ്. കാരണം കാശ് കൊടുത്ത് വളം വാങ്ങുക എന്നത് ഒരിക്കലും നമുക്ക് പച്ചക്കറി കൃഷിക്ക് ലാഭകരമായിട്ട് തോന്നിയിട്ടില്ല. വളം വാങ്ങുന്ന കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും കാശും ചിലവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വാങ്ങാം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അല്ല, ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കണം, അത് വിഷമില്ലാത്ത പച്ചക്കറി ആയിരിക്കുക, അത് കഴിക്കുക എന്നൊക്കെ നമ്മുടെ ഒരു സംതൃപ്തിയും സന്തോഷവും തരുന്നൊരു സംഭവമാണ്. അതിൻ്റെ പേരിലാണ് പലരും കൃഷി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സീറോ കോസ്റ്റായിട്ട് ചാണകത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വളമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും റിച്ചൂസ് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ളോഗ്സിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്നുള്ളത് തീർച്ച. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഇടയ്ക്കൊക്കെ നമ്മളൊരു ടിപ്പ് പറയുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ പച്ചക്കറി കൃഷിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾ കമന്റ് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ തരും. ഏതൊരു കൃഷിക്കും വളരെ അത്യാവശ്യമായ ഒരു വളമാണ് ഈ ചാണകപ്പൊടി എന്നുള്ളത്. ഈ ചാണകപ്പൊടി ഇട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി വേണം, എല്ലായിടത്തും ചാണകപ്പൊടി വേണം അല്ലേ. പക്ഷേ ഇത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവരുണ്ടാകാം, അതുപോലെ ലഭിക്കാത്തവരുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. അതായത് 3% നൈട്രജനും 2% ഫോസ്ഫറസും 1% പൊട്ടാസ്യം അടങ്ങിയതാണ് ഈ ചാണകപ്പൊടി. അതുകൊണ്ട് തന്നെ നൈട്രജനാണ് കൂടുതൽ കാണുന്നത്. ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ നൈട്രജൻ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത്. ഇതേ അളവിൽ തന്നെ നൈട്രജൻ ലഭിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് മറ്റാരുമില്ല, നമ്മുടെ സ്വന്തം ഗ്രീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പച്ചിലകൾ നമുക്ക് എവിടെ വേണമെങ്കിലും ലഭിക്കും. ഏതൊക്കെ പച്ചിലകളാണ് എന്ന് കൂടി കാണുക. ഇവയിലും 3% നൈട്രജനും 1% ഫോസ്ഫറസും ഏകദേശം 2% പൊട്ടാസ്യവും തിക്നെസ് കുറഞ്ഞ പച്ചിലകൾ എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. കാരണം ഇത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെറുതെ നുള്ളി കളയുന്ന പയറിൻ്റെ ഇലകളും കൂടാതെ നമ്മുടെ മറ്റ് പച്ചക്കറി വിളകളുടെ ഇലകൾ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അമരപ്പയറിൻ്റെ ഇലകളാണ്. പിന്നെ ഇത് കൂടാതെ ശീമക്കൊന്നയുടെ ഇല ലഭിക്കുകയാണെങ്കിലും അത്രയും നല്ലത്. ശീമക്കൊന്നയുടെ ഇലയുടെ ഗുണത്തെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ഗുണമേന്മയുള്ള ഒരു ഇലയാണ് ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഒരു കത്രിക എടുത്ത് നല്ല പീസാക്കി വെട്ടിയിടുകയാണ്. ഇതൊക്കെ കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് നല്ല ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കണം. ഇതുപോലെ ജ്യൂസ് ആക്കി. അപ്പോൾ മിക്സിയുടെ ജാറിൽ അറിയാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നൈട്രജൻ്റെ കലവറയാണ് കേട്ടോ. മറ്റൊരു വളത്തിനും ലഭിക്കാത്ത അത്ര നൈട്രജൻ ഇതിലുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടി മിക്സിലേക്ക് ഇടാം. അതല്ല, ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാനും പറ്റും, വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കാനും പറ്റും. ഉണക്കി സൂക്ഷിച്ചാലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് വിത്ത് ഭാഗ്യം മുളപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ 1:1 എന്ന തോതിൽ ഈ പൊടിപ്പിച്ച പച്ചിലയും ഒപ്പം ഒരു ഭാഗം മണ്ണും കൂടി ആഡ് ചെയ്ത് നമുക്കിതിൽ വിത്ത് ഭാഗ്യം മുളപ്പിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചകിരിച്ചോറിനെയും ലാഭിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ സുലഭമായി വളരുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ നമുക്ക് പല വളങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സീറോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്ന വളങ്ങളാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ പഴത്തൊലി. ഇതും മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് നമുക്ക് പുളിപ്പിച്ച് ഒഴിപ്പിക്കാം. പൊട്ടാഷ്യൻ്റെ വളരെ അധികം ഗുണമുള്ള ഒന്നാണ് പഴത്തൊലി. എന്തിനു വരെ മീനുകൾ വളർത്തുന്നവരുണ്ടെങ്കിൽ ആ ഫിഷ് ടാങ്കിലെ വെള്ളം വരെ നമുക്ക് അത്യുഗ്രം വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇറച്ചി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളം, ഇതൊക്കെ അടിപൊളി വളമാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കരിയില കമ്പോസ്റ്റ്, ചായയില കമ്പോസ്റ്റ്, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. കാണാത്തവർ കണ്ടു നോക്കുക, അത് പ്രകാരം ചെയ്യാം. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പയറിലെ മുഞ്ഞ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് പലരും പരാതി പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ടിപ്പുമായിട്ട് ഉടനെ കാണാം. ഈ മുഞ്ഞേനെ കളയാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ച് മടുത്ത വേപ്പണിയോ ചാരമോ പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ ഒന്നുമല്ല. ഇതൊരു പുതുപുത്തൻ ഐഡിയ ആണ്. 100% മുഞ്ഞ പോകും, ഒരെണ്ണം പോലും അവശേഷിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. ഇതെല്ലാം തന്നെ പരീക്ഷിച്ച് വിജയിച്ച കോൺഫിഡൻസിലാണ് ഈ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ ഉടനെ വിത്തുകളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് സ്റ്റേ ട്യൂൺഡ്. ഉടനെ കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.